പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഏറ്റെടുക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് മാലാഖമാരുടെ ദൗത്യമാണ്. സ്വർഗത്തിൽ കർത്താവിൻ്റെ അഗ്നിമയമായ സിംഹാസനത്തിന് ചുറ്റിലും നിന്നുകൊണ്ട് പരിശുദ്ധ മാലാഖമാർ ആരാധന വഴി കർത്താവിനെ ശുശ്രൂഷിക്കുന്നു. അതുപോലെ പരിശുദ്ധ സഭയിൽ കർത്താവിൻ്റെ ജീവസിംഹാസനമായ ത്രോണോസിൻ്റെ ചുറ്റിലും നിന്ന് മാലാഖമാരെ പോലെ ദൈവത്തെ ശുശ്രൂഷിപ്പാനുള്ള ദൗത്യമാണ് നിങ്ങളിന്ന് ഏറ്റെടുക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. മാലാഖമാരെ പോലെ ജീവിക്കുവാൻ ശ്രമിക്കണം. മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ വ്യത്യസ്തരായിരിക്കണം. നടപ്പിലും സ്വഭാവത്തിലും വസ്ത്രധാരണത്തിലും എല്ലാ കാര്യങ്ങളിലും മാലാഖമാരെ പോലെ ജീവിപ്പാൻ പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ ശ്രമിക്കണം എന്ന് ഓർപ്പിക്കണം. ഇന്ന് ബലഹീനായ കൈകൾ മൂലം ഈ ശുശ്രൂഷയുടെ ഈ സ്ഥാനത്തേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ ആയുഷ് പര്യന്തം ഈ ശുശ്രൂഷയിൽ ഉത്സാഹികളായി നിങ്ങളായിരിക്കണമെന്ന് ബലഹീനായി ഞാൻ ഓർപ്പിക്കുകയാണ്. ഇനി നിങ്ങൾ പ്രായമായി പഠിക്കുവാനും ഉദ്യോഗത്തിനുമൊക്കെ ആയിട്ട് കേരളം വിട്ടുപോയാലും നിങ്ങൾ പോകുന്നിടത്തെല്ലാം നമ്മുടെ സഭയുടെ ദേവാലയങ്ങളിൽ പോയി ശുശ്രൂഷിക്കണം. ഇന്ന് നിങ്ങൾ അണിയുന്ന ശുശ്രൂഷക്കുപ്പായം അവസാനം പ്രായമായി നിങ്ങൾ മരിക്കുമ്പോഴും ഇന്ന് അണിയുന്ന ഈ ശുശ്രൂഷക്കുപ്പായം അണിഞ്ഞുകൊണ്ട് വേണം നിങ്ങളെ കബറടക്കുവാൻ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മരണപര്യന്തം വിശ്വസ്തരായി ദൈവത്തിൻ്റെ നല്ല ശുശ്രൂഷകന്മാരായി നിങ്ങൾ ജീവിക്കണമെന്നാണ്. കർത്താവ് അരുളി ചെയ്തു, എന്നെ ശുശ്രൂഷിക്കുന്നവൻ എന്നോട് കൂടി ആയിരിക്കും. അപ്പോൾ ദൈവത്തെ ശുശ്രൂഷിക്കുന്ന കുഞ്ഞുങ്ങളായ നിങ്ങൾ ദൈവത്തോട് കൂടെ ആയിരിക്കും. ദൈവം നിങ്ങൾക്ക് പ്രത്യേകമായ അനുഗ്രഹങ്ങൾ, കൃപകൾ നൽകും, യാതൊരു സംശയവുമില്ല. ഭക്തിയോടെ, ചിട്ടയോടെ, നിഷ്ഠയോടെ, വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ നിങ്ങൾ ദൈവ ശുശ്രൂഷ ചെയ്യുമെങ്കിൽ ദൈവം നിങ്ങൾക്കെല്ലാ അനുഗ്രഹങ്ങളും നൽകും. മറിച്ചാണ് എങ്കിൽ ദൈവശാപം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും എന്നുള്ളത് നിങ്ങൾ ഓർത്തുകൊള്ളണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.